ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വരാൽ ഫിഷിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വരാൽ സ്ട്രൈക്ക് ചെയ്തിട്ട് നമുക്ക് മീൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാലിൻ്റെ വായയുടെ ഉള്ളിൽ നിന്ന് ഫ്രോഗ് റിമൂവ് ചെയ്യൽ. അതിൻ്റെ വായ തുറന്ന് നമ്മൾ വിരലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൽ നമ്മൾ വിരലുമ്മലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വിരലുമ്മലൊക്കെ നല്ല മുറിവൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വരാല് സ്ട്രൈക്ക് ചെയ്തിട്ട് നമുക്ക് വരാലിനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വരാലിൻ്റെ വായയുടെ ഉള്ളിൽ നിന്ന് ഹുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു ടിപ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇത്. എല്ലാ ചൂണ്ടലിടുന്ന ആളുകളും കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഹുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാസ്റ്റിങ്ങിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചെറിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹുക്ക് റിമൂവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 6 mm കമ്പിയാണ്. 6 mm കമ്പിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കമ്പി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് നീളത്തിലാണ് നമ്മൾക്ക് ഈ കമ്പി കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ അളവ് വയ്ക്കുന്ന ടാപ്പ് കൊണ്ട് നമ്മൾ 10 ഇഞ്ച് അളവ് വയ്ക്കണം. കണ്ടോ? നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മള് 10 ഇഞ്ച് നീളത്തിൽ ഈ കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 ഇഞ്ച് നീളം അളവ് വെച്ചിട്ട് നമുക്കിതൊന്ന് ബെൻഡ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മള് ഒരു 3 ഇഞ്ച് നീളമാണ് ഇവിടെ അളവ് വെക്കാൻ പോകുന്നത്. ഇനി ഇവിടെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കമ്പി വളയ്ക്കുന്ന ലിവറാണ്. ഇത് 6 mm ഹോളുള്ള ലിവറാണ്, കമ്പിയുടെ ലിവറാണ്. മൂന്ന് ഇഞ്ച് നീളത്തിൽ നമ്മൾ കമ്പി ഇവിടെ ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ നീളം കൂടിയ ഭാഗം നമുക്ക് കിട്ടുന്നപ്പോൾ 7 ഇഞ്ചാണ്. കണ്ടോ? ഇനി നമുക്ക് ഈ കമ്പി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് പണിയും കൂടി ഈ ഫ്രോഗ് റിമൂവറിന് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള 6 mm കമ്പി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, ഇതിൻ്റെ അടിഭാഗം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഈ എൽ ഷേപ്പായിട്ട് വളച്ചിട്ടുള്ള ഈ ഭാഗത്തിൻ്റെ നേരെ കാണുന്ന ഭാഗത്താണ് ഗ്രൈൻഡ് ചെയ്യേണ്ടത്. അതുപോലെ നേരെ ഓപ്പോസിറ്റും ഭാഗത്താണ് ഗ്രൈൻഡ് ചെയ്യേണ്ടത്.
ഒരു 1/2 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ എൽ ഷേപ്പായിട്ട് വളച്ചിട്ടുള്ള ഭാഗത്തിന് നേരെ കാണുന്ന ഭാഗത്താണ് ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇനി ഗ്രൈൻഡ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടില്ല, ഇനി ഇവിടെ ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു പരന്ന മൊനയുള്ള ഭാഗമായിട്ട് മാറും. നമുക്ക് ഇനി ഈ സൈഡ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ 2 സൈഡും ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 2 സൈഡും ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഗ്രൈൻഡ് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കട്ടർ കൊണ്ട് ഒരു കട്ടിങ് ചെയ്യണം. ഈ കട്ടിങ് ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഈ കട്ടിങ്ങിലാണ് നമ്മൾ ഹുക്കിൻ്റെ വളഞ്ഞ ഭാഗം കോർത്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ പരന്നിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഈ ഭാഗത്ത് നമുക്ക് സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുക്കണം. ആ കട്ടിങ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഹുക്ക് റിമൂവറിൻ്റെ ഈ പരന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഈ ഭാഗത്ത് നമ്മൾ ഒരു കട്ടിങ് കൊടുത്തത് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ. ഇത്രയും കൃത്യമായിട്ട് കട്ടിങ് കൊടുത്താലാണ് നമ്മളെ ഹുക്ക് വരാലിൻ്റെ വായയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ഹുക്ക് റിമൂവർ ആണ്. പക്ഷെ ഇതിൻ്റെ ഉപയോഗം അടിപൊളിയാണ്. കാരണം ഞാൻ ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപകരണമാണിത്. അപ്പോൾ എല്ലാവരും ഈ ഹുക്ക് റിമൂവർ ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വരാലിൻ്റെ വായിൽ നിന്ന് ഫ്രോഗിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാസ്റ്റിങ്ങിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഹുക്ക് വരാലിൻ്റെ വായിൽ നിന്ന് ഫ്രോഗ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഹുക്ക് റിമൂവറിൻ്റെ ഉള്ളിൽ നിന്ന് ഹുക്ക് വെച്ചിട്ട് ഞാനൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹുക്ക് വെക്കുന്ന ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രോഗ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ തെങ്ങിൻ്റെ പട്ടയുടെ ഭാഗത്ത് നമുക്ക് ഉറപ്പിച്ച് വെക്കാം.
എന്നിട്ട് നമുക്ക് ഈ ഹുക്ക് റിമൂവർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഹുക്ക് നമുക്ക് വേർപ്പെടുത്തിയെടുക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ഈ ഹുക്ക് ഈ പട്ടയുടെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട്. ഇതുപോലെയാണ് വരാലിൻ്റെ വായയുടെ ഉള്ളിൽ ഈ ഹുക്ക് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് ഈ നമ്മുടെ ബ്രൈഡ് ലൈന് അല്ലെങ്കിൽ ലീഡർ ലൈന് ഒന്ന് ചുറ്റി പിടിക്കുക. ചുറ്റി പിടിച്ചതിന് ശേഷം ഈ വരാലിൻ്റെ വായയുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഹുക്കിൻ്റെ അടിയിലൂടെ ഈ കട്ട് ചെയ്ത ഭാഗമല്ലേ കണ്ടോ, ഈ ഗ്യാപ്പ് ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വയ്ക്കുക. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ഈ ബ്രൈഡ് ലൈൻ അല്ലെങ്കിൽ ലീഡർ ലൈന് ചുറ്റി പിടിച്ചതിന് ശേഷം ഈ ഹുക്ക് റിമൂവർ മുകളിലേക്ക് തള്ളുക. ഉണ്ടോ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ഹുക്ക് വരാലിൻ്റെ വായുടെ ഉള്ളിൽ നിന്നും ഊരിയെടുക്കാം. അതോടൊപ്പം ഈ ഫ്രോഗ് നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത കാസ്റ്റിങ്ങിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വരാലിൻ്റെ വായുടെ ഉള്ളിൽ പെട്ടിട്ടുള്ള ഫ്രോഗിനെ ഈ ഹുക്ക് റിമൂവർ ഉപയോഗിച്ചിട്ട് വേർപ്പെടുത്തിയെടുക്കുന്നത് ഈ ഹുക്കിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഈ ഹുക്ക് റിമൂവറിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം കയറ്റി വയ്ക്കുകയാണ് ചെയ്യുക. ഉണ്ടോ? കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് വരാലിൻ്റെ വായുടെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കുകയാണ് ചെയ്യുക. ഉള്ളിലേക്ക് തള്ളി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹുക്ക് വരാലിൻ്റെ വായുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ വേർപ്പെടും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത കാസ്റ്റിങ്ങിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ ഹുക്ക് റിമൂവറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ ഒരുപാട് മീനുകളെ ചൂണ്ടിട്ട് കിട്ടിയതിന് ശേഷം ഈ ഹുക്ക് റിമൂവർ ഉപയോഗിച്ചിട്ടാണ് വരാലുകളുടെ വായിൽ നിന്ന് ഫ്രോഗിനെ ഊരിയെടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാസ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ വരാലിൻ്റെ വായിൽ നിന്നും ഫ്രോഗിനെ ഊരിയെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.